സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഏട്ടത്തി തന്നെ യാമിനിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചൊന്ന് വായിച്ചു നോക്ക്. അപ്പൊ അറിയാലോ ഞാൻ പറഞ്ഞത് ശരിയാണോന്ന്. ആ അല്ലെങ്കിൽ നീ തന്നെ വായിക്കേ. ഉറക്കെ വായിക്കണം, എല്ലാവർക്കും കേൾക്കണം. ചോദ്യം: ഗൗതം ഗോപിനാഥ് എന്ന വ്യക്തിയുടെ വളർച്ചയ്ക്കു പിന്നിലെ ശക്തി എന്താണ്? ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഉത്തരം ഞാൻ വായിക്കാം. ഗൗതം ഗോപിനാഥ്. ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ നിധി എന്ന് ഞാൻ പറയും. ഒന്ന് വിശദമായി പറഞ്ഞാൽ നിധി എന്റെ ഭാര്യയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു നിധി തന്നെയാണ് അവൾ. നിധി എന്റെ ജീവിതത്തിലേക്ക് വരുന്നതുവരെ ലാഭനഷ്ടക്കണക്കുകൾ മാത്രം നോക്കിയിരുന്ന വെറും ഒരു കച്ചവടക്കാരനായിരുന്നു ഞാൻ. എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ജീവിതം അതിനുമൊക്കെ അപ്പുറമാണെന്ന് ഞാൻ പഠിച്ചു. അടുത്ത ചോദ്യം: ഗൗതം ഗോപിനാഥിനെ വിവാഹത്തിന് മുൻപും ശേഷവുമെന്ന് സ്വയം രണ്ടാക്കി തിരിച്ചെങ്ങനെ വിലയിരുത്തുന്നു? ഉത്തരം: വിവാഹത്തിന് മുൻപ് എന്റെ ജീവിതം എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാത്രമായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരു മനുഷ്യന്റെ ജീവിതം സമൂഹത്തിനും കൂടി ഉള്ളതാണെന്ന് എന്റെ ഭാര്യ എന്നെ പഠിപ്പിച്ചു. മുൻപൊക്കെ ഇന്റർവ്യൂകളില് അവൻ എന്നെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോ എന്തു പറ്റി ഇങ്ങനെ പറയാ? ഇങ്ങടുത്തെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വായിച്ചതൊക്കെ സത്യമാണോന്ന് അറിയാൻ വേണ്ടി വായിച്ചതാണോ? എല്ലാം നേരിൽ കണ്ട് ബോധ്യമായെങ്കിൽ ആ മാസിക ഒന്ന് തരാവോ? ചോദ്യം: അടുത്ത തവണയും ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഗൗതം ഗോപിനാഥിന് തന്നെ ആയിരിക്കുമെന്ന് ഞാനൊരു പ്രവചനം നടത്തിയാൽ അത് നിഷേധിക്കാനാവുമോ? ഉത്തരം: വീണ്ടും എനിക്ക് അവാർഡ് കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ പ്രവചനമാണ്. കിട്ടിയാൽ സന്തോഷം, പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. ബഹുമതികൾ എപ്പോഴും നമുക്ക് ഊർജവും പ്രചോദനവുമാണ്. പക്ഷേ ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് എന്റെ ഭാര്യ നിധിയാണ്.